First chapter end of the chapter exercise discuss cheyana. 12th question. Given the points A 1, minus 8, B minus 4, 7 and C minus 7, minus 4. So we have 3 points A 1, minus 8, B minus 4, 7 and C minus 7, minus 4. Show that they lie on a circle K whose center is the origin O 0, 0. So നമുക്ക് തെളിയിക്കേണ്ടത് O സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്. They call it K circle. Circle K. ഓൻ്റെ കോർഡിനേറ്റ് 0, 0 ആണ്. Which means ഈ സെൻറ്റർ ഒറിജിനിലാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. ഇനി നമുക്ക് ഷോ ചെയ്യേണ്ടത് ഈ 3 പോയിന്റ്സ് സർക്കിളാണ് എന്നാണ് ഷോ ചെയ്യേണ്ടത്. സോ നമുക്ക് അസ്യൂം ചെയ്യാം. ഇപ്പോൾ സപ്പോസ് എ ഇവിടെയാണെന്ന് വിചാരിക്കാം. 1, minus 8. ഇനി ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആണെന്ന് വിചാരിക്കാം. നമുക്ക് അസ്യൂം ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വരയ്ക്കാം. minus 4, 7 and C minus 7, minus 4. ഇത് നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ സർക്കിളിൻ്റെ മുകളിലാണെന്ന്. നമുക്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങോട്ടുള്ള ദൂരവും അതായത് ഒ എയും ഒ ബിയും ഒ സിയും ഈക്വൽ ആവണം. അപ്പോഴല്ലേ നമുക്ക് സർക്കിളിൻ്റെ മുകളിലാണെന്ന് തെളിയിക്കാൻ പറ്റുക. എന്താ? സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് വരും അത്. അപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ റേഡിയസ് ഒക്കെ അല്ലേ ഈക്വൽ ആവും. ഒരൊറ്റ സർക്കിളിന് ഒരു റേഡിയസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒ എയും ഒ ബിയും ഒ സിയും ഒക്കെ റേഡിയസ് ആവും. എപ്പോൾ മാത്രം? എയും ബിയും സിയും സർക്കിളിൻ്റെ മുകളിലാണെങ്കിൽ. അപ്പോൾ എയും ബിയും സിയും സർക്കിളിൻ്റെ മുകളിലാണ് എന്ന് തെളിയിക്കാൻ ഒറ്റ വഴിയുള്ളൂ. നമുക്ക് ഒ എ ഈക്വൽ ടു ഒ സി ഈക്വൽ ടു ഒ ബി എന്ന് തെളിയിക്കണം. സോ in order to show A, B and C are on the circle, we have to show OA equal to OB equal to OC, and this length will be the, if these 3 lengths are equal, then this length will be the radius of circle. Okay, let's do it. OA, what is the distance? OA? See, we already studied, if there are 2 points O and A, and one is origin 0, 0 and this is x, y, any coordinates, then the length OA will be simply OA is equal to root of x square plus y square. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഒറിജിനാണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഇതിലേക്ക് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒ എന്ന് പറഞ്ഞാൽ എന്താവും? ഈ കേസിൽ എക്സും വൈയും 1ഉം -2 ആണ്. അപ്പോൾ ഒ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് -8 ഹോൾ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1 പ്ലസ് 8 സ്ക്വയറും -8 സ്ക്വയറും ഒക്കെ ഒന്നാണ് അല്ലേ? എത്രയാ? 64 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 65 എന്ന് കിട്ടി. റൂട്ട് 65. റൈറ്റ്. ഇനി നമുക്ക് അടുത്തത് കാണാം. ഒ ബി നോക്കാം. ഒ ബിയും സെയിം ആണ്. ഒരാൾ ഒറിജിൻ ആണ്. ഒരാൾ ഒറിജിൻ ആണെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഒ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എന്താവും? ഇവിടെ എക്സും വൈയും -4ഉം 7ഉം ആണ്. -4 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് 49. സോ 16 പ്ലസ് 49 എത്രയാ? 49 പ്ലസ് 10 59. 59 പ്ലസ് 6 65.
റൂട്ട് 65. അഗെയിൻ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒയും ഒ ബിയും ഈക്വൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒ സിയും കൂടെ റൂട്ട് 65 ആണെന്ന് തെളിയിച്ചാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഒ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സെയിം ഒരൊറ്റ ഒറിജിൻ ആണ്, ഒരു ലൈനിന്റെ ഒരൊറ്റ ഒറിജിൻ ആണ്, ഒരൊറ്റ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ്സ് ആണ് എക്സ് കോമ വൈ. അങ്ങനെയാണെങ്കിൽ വി യൂസ് ദ ഫോർമുല റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ടു ഫൈൻഡ് ദ ലെങ്ത്, റൈറ്റ്. അപ്പോൾ ഇവിടെയും എക്സ് വൈ എന്താ -7ഉം -4ഉം. അപ്പോൾ -7 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ, റൈറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 7 സ്ക്വയർ എന്താണ് 49, -7 സ്ക്വയറും സെയിം ആണ്. അപ്പോൾ 49 പ്ലസ് -4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. അഗെയിൻ 49 പ്ലസ് 16 എത്രയാണ്? റൂട്ട് 65 ആണ്. അപ്പോൾ നമ്മൾ എന്ത് തെളിയിച്ച്? ഒയും ഒ ബിയും ഒ സിയും ഈക്വൽ ആണെന്ന് തെളിയിച്ച്. അതിനർത്ഥം എന്താ? എ ആൻഡ് ബി ആർ ഓൺ ദ സർക്കിൾ. ക്ലിയർ അല്ലേ? ഇനി അവര് രണ്ടാമതായിട്ട് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ കെ? ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് എന്തായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇത് തന്നെയല്ലേ, ഈ ഒയും ഒ ബിയും ഒ സിയും തന്നെയല്ലേ റേഡിയസ്. അപ്പൊ നമുക്ക് അത് എഴുതി വെക്കാം. റേഡിയസ് ഓഫ് സർക്കിൾ is equal to റൂട്ട് 65. പിന്നെ നമുക്ക് ഏത് യൂണിറ്റിലാണ് തന്നിട്ടുള്ളത് എന്ന് നോക്കാം. പ്രത്യേകിച്ച് യൂണിറ്റ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ അങ്ങനെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ 65 റൂട്ട് 65 യൂണിറ്റ്സ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. യൂണിറ്റ്സ് മാത്രമല്ല, അപ്പൊ നമുക്ക് ഹെൻസ് ഹിയർ ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു ഒ സി. Therefore A, B and C are on the circle. ആ പോയിന്റ്സ് ഒക്കെ സർക്കിൾ ആണെന്നും പറഞ്ഞു. മാത്രമല്ല നമ്മുടെ റേഡിയസും നമ്മൾ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. എന്താ? റൂട്ട് 65 ആണെന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് given the points -5, 6 and 0, 9. Check whether D and E lie within the circle, on the circle, outside the circle. സിമ്പിൾ പരിപാടിയാണ്. എന്താണ്? നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ പോയിന്റ്സ്? നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഡു. നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഡി -5, 6, ഇ 0, 9. 2 പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഈ 2 പോയിന്റ്സും സർക്കിളിന്റെ ഉള്ളിലാണോ പുറത്താണോ? ഈ സർക്കിളിന്റെ ഉള്ളിലാണോ പുറത്താണോ അതോ സർക്കിളിന്റെ മുകളിലാണോ എന്നുള്ളതാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് സിമ്പിൾ ആണ്. റൂട്ട് 65നേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് ഈ ഒ ഡി എന്ന ലെങ്ത്, ഇവിടെ സർക്കിൾ ഉണ്ട്, സർക്കിളിന്റെ സെന്റർ ഒ ആണ്. നമുക്ക് ഡി എന്ന് പറഞ്ഞ ഒരു പോയിന്റ്, അത് ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം, അകത്താവാം, ഓൺ ദ സർക്കിൾ ആവാം, പുറത്താവാം. ആ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒ ഡി ലെങ്ത് റൂട്ട് 65നേക്കാൾ താഴെയാണെങ്കിൽ, റൂട്ട് 65 ആണെങ്കിൽ കറക്റ്റ് ഇതിന്റെ മുകളിലാവും അല്ലെ, കറക്റ്റ് ഓൺ ദ സർക്കിൾ ആവും. റൂട്ട് 65നേക്കാൾ താഴെയാണെങ്കിൽ ഇവിടെ ആവും. റൂട്ട് 65നേക്കാൾ വലുതാണെങ്കിൽ പുറത്താവും. അപ്പൊ നമുക്ക് വേഗം ഒ ഡി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കുക, ഒ ഡി is equal to, അഗെയിൻ നമുക്ക് ഒരാൾ ഒറിജിൻ ആയതുകൊണ്ട് നമുക്ക് വേഗം റൂട്ട് ഓഫ് ഡിയുടെ കോർഡിനേറ്റ്സ് മാത്രം അറിഞ്ഞാൽ മതി. -5 whole square plus 6 square, which is equal to 25 plus 36, right? 36ഉം 25 അല്ലേ, എത്രയാ? 30 plus 20 50 ആണ്. 56 61. അപ്പോൾ റൂട്ട് 61 വരുന്നത്.
ഇപ്പോൾ √61 എന്ന് പറയുന്നത് എന്തിനേക്കാൾ കുറവാണ് അല്ലേ? റേഡിയസ് ഓഫ് സർക്കിൾ കുറക്കുക. അപ്പോൾ √61 OD ഈസ് ലെസ് ദാൻ റേഡിയസ് ഓഫ് സർക്കിൾ അല്ലേ? റേഡിയസ് ഓഫ് സർക്കിൾ, കാരണം റേഡിയസ് ഓഫ് സർക്കിൾ എത്രയാണ്? √65 അതിനേക്കാൾ ചെറുതാണ് √61. അപ്പോൾ നമുക്ക് പറയാം therefore D lies, D എന്ന പോയിന്റ് ഇവിടെയല്ല, സർക്കിളിന്റെ മുകളിലല്ല, ഇവിടെ ആവും D എന്ന പോയിന്റ്. സോ ഈ ലെങ്ത് ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എന്ത്? √61 എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ അകത്താന്ന് എങ്ങനെ മനസ്സിലായി? ഓൺ ദ സർക്കിൾ ആണെങ്കിൽ √65 ആയിരുന്നേനെ. ഓൺ ദ സർക്കിൾ ആണെങ്കിൽ റേഡിയസ് നമുക്ക് കിട്ടിയാണല്ലോ ഇവിടെ √65 അല്ലേ? അപ്പോൾ ഇത് ഓൺ ദ സർക്കിൾ അല്ല, അതിനേക്കാൾ ചെറുതായതുകൊണ്ട് ഇൻസൈഡ് ദ സർക്കിൾ എന്ന് കിട്ടി. അപ്പോൾ therefore D lies inside the circle. Inside the circle. Similarly നമുക്ക് എന്ത് ചെയ്യാം? OE കണ്ടു നോക്കാം. OE is equal to root of, again ഡിസ്റ്റൻസ് ഫോർമുല വേണ്ട, അതിന്റെ സിംപ്ലിഫൈഡ് ഫോർമുല മതി. E 0 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ അല്ലേ? ഈക്വൽ ടു 0 പ്ലസ് 8, 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 18 അല്ലേ? അപ്പോൾ എന്താവും? 81. അപ്പോൾ √81 ആണ്. √81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √61 വലിയ സംഖ്യ അല്ലേ? അപ്പോൾ അതെന്തായി? OE എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ റേഡിയസ് ഓഫ് സർക്കിൾ ആയി. റേഡിയസ് ഓഫ് സർക്കിൾ √81 എന്ന് പറഞ്ഞാൽ ബേസിക്കലി 9 ആണ്, പക്ഷെ നമുക്ക് കമ്പയർ ചെയ്യാൻ ഈ ഫോമിലാണ് നല്ലത്. അപ്പോൾ 9 യൂണിറ്റ്സ് ആണ് OE വരുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഈ രൂപത്തിൽ എഴുതുന്നത് തന്നെ നല്ലത്. കമ്പയർ ചെയ്യാൻ ഇതാണ് വലുതെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ OE ഗ്രേറ്റർ ദാൻ റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പോൾ റേഡിയസ് ഓഫ് സർക്കിളിനേക്കാൾ വലുതാണെങ്കിൽ വിച്ച് മീൻസ് ഈ ഇവിടെ അല്ല, ഓൺ ദ സർക്കിൾ അല്ല, കാരണം അപ്പോൾ ഈക്വൽ ടു റേഡിയസ് ആവും, പുറത്താവും ഈ എന്ന് പറയുന്നത്. കാരണം ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റേഡിയസ് ഓഫ് സർക്കിൾ ആണ്. സോ OE ലൈസ്, therefore E lies outside the circle. Outside the circle. ഓക്കെ അല്ലേ? അപ്പൊ 12th ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ളത് ശ്രദ്ധിക്കുക. ഒന്നുകൂടി 3 പോയിന്റ്സ് അല്ലേ? 3 പോയിന്റ്സ് തന്നിട്ട് അത് സർക്കിൾ ആണെന്ന് ഷോ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ സർക്കിളിന്റെ പ്രത്യേകത എന്താ? റേഡിയസ് അല്ലേ? അതിനൊറ്റ റേഡിയസ് ഉണ്ടാവുള്ളൂ സർക്കിൾ. അപ്പോൾ ഈ ഒരു ലൈൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ OAയും OBയും OCയും ഒക്കെ എന്താവും? ഈക്വൽ ആണെങ്കിൽ ഇതൊക്കെ ഒരു സർക്കിളിന്റെ മുകളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് അത് √65 ആണ്. അപ്പൊ അതിന്റെ റേഡിയസ് ഓഫ് സർക്കിളും കിട്ടി. അങ്ങനെയാണ് അത് ഷോ ചെയ്തത്. സെക്കൻഡ് പാർട്ടിൽ നമുക്കറിയാം അകത്താണോ പുറത്താണോ ഓൺ ദ സർക്കിൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് എന്തായാലും എക്സാംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സെന്റർ ആണ്, സെന്ററിന്റെ കോർഡിനേറ്റ് 0 0 ആയതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല കഷ്ടപ്പെട്ട് ആ വലിയ ഫോർമുല ഉപയോഗിക്കേണ്ട, അതിന്റെ സിംപ്ലിഫൈഡ് ഫോം മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പൊ അതും ഓർത്ത് വെക്കുക. അപ്പൊ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ലെസ് ദാൻ റേഡിയസിനേക്കാൾ കുറവാണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ, റേഡിയസിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഈ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.